ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല രുചിയിലും എളുപ്പത്തിലും ഉണ്ടാക്കാവുന്ന ഒരു ഇലയുടെയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. 1 കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ ഇലയുടെ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ഓട്സ് പൊടിച്ചതും കൂടെ ചേർക്കുക. 1/4 ടീസ്പൂൺ ഉപ്പിൻ്റെ വെള്ളം കൂടി ചേർക്കുക. വേണമെങ്കിൽ ഉപ്പിൻ്റെ പൊടിയും ചേർക്കാം. ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ ഈ മാവ് കുഴച്ചത്. ഒരുപാട് കട്ടിക്കിരിക്കരുത്. മാവ് കുഴയ്ക്കുമ്പോൾ അല്പം ലൂസാക്കി വേണം ഈ മാവ് കുഴയ്ക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാവിന് പ്രത്യേക മണമാണ്. വെന്ത് കഴിയുമ്പോഴത്തേക്ക് ചക്കയുടെ മണവും ഇതും എല്ലാം കൂടെ ആകുമ്പോൾ. 1 തേങ്ങ തിരികിയതാണ് ഞാനിതിനെടുത്തിരിക്കുന്നത്. 6 ഏലക്കയുടെ അരി ചേർത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ട്. 3 ടേബിൾ സ്പൂൺ ചക്ക വറുത്തത് കൂടി ഇതിൽ ചേർക്കുകയാണ്. ഇതിന് മുമ്പ് ഞാൻ ഈ ചക്ക വറുത്തി ചേർക്കുന്നതിന് മുമ്പ് ഹസ്ബൻഡിന് വേണ്ടി കുറച്ച് തേങ്ങ ഏലക്കായും ഇട്ട് തേങ്ങ കുഴച്ച് വെച്ചിട്ട് അത് ചേർത്ത് ഇല ഉണ്ടാക്കുകയാണ്. ഹസ്ബൻഡിന് മധുരം ചേർക്കണ്ടെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഇലയുടെ ഹസ്ബൻഡിന് മധുരം ചേർക്കാതെ ഞാൻ ഉണ്ടാക്കുകയാണ്. ബാക്കിയെല്ലാം ചക്ക വരട്ടിയതും ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഇലയുടെ ഇതിന് ഞങ്ങളിവിടെ വട്ടത്താമര ഇലയെന്നും പറയാറുണ്ട്, വട്ട ഇലയെന്നും പറയാറുണ്ട്. വാഴ ഇലയിൽ വേണമെങ്കിൽ ഇതുണ്ടാക്കാം, നല്ലതാണ്. ഇത് ബാക്കിയുള്ളത് ചക്ക വരട്ടിയ തേങ്ങയും ചേർത്തത് ഇത് വെച്ച് കഴിഞ്ഞു. ഇത് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഇട്ട് ആവി കയറ്റി അപ്പച്ചമ്പിൽ വെച്ച് എടുക്കുക. എല്ലാം കറക്റ്റ് എല്ലാം റെഡിയാക്കി എടുത്തു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചു. 30 മിനിറ്റ് ആയപ്പോഴത്തേക്ക് റെഡിയായി കഴിഞ്ഞു. ഇലയട തയ്യാറായി. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. ദേ കണ്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.